Hey everyone, welcome back to the channel. 2026 ഓണമാണല്ലോ വന്നുകൊണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 43 ഇഞ്ച് ടി വിസിനെ പറ്റിയുള്ള ഒരു കമ്പാരിസൺ ആണ്. TCLും ഹൈസെൻസും അങ്ങനെയുള്ള പല ബ്രാൻഡ്സും വന്നിട്ട് പ്രൈസ് വളരെയധികം കോമ്പറ്റീറ്റീവ് ആയതോടുകൂടി നല്ല ടെക്നോളജിയും ഒക്കെ കൂടുതൽ കൊടുക്കുന്നതോടുകൂടി ആൾക്കാർ ഇപ്പോൾ കൂടുതൽ വലിയ സൈസ് ടി വി തന്നെയാണ് പ്രിഫർ ചെയ്ത് അതിലേക്ക് മൂവ് ചെയ്യുന്നത്. അപ്പോൾ 43 ഇഞ്ച് സൈസ് എങ്ങനെയാണ് അത് ഇമ്പാക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറേ ബ്രാൻഡ്സ് ഒക്കെ ഈ ഒരു ഇതിന്ന് മെല്ലെ മാറുന്നുണ്ട്. ഇപ്പോൾ TCL തന്നെ കഴിഞ്ഞ പ്രാവശ്യത്ത് ഭയങ്കര കില്ലർ ഫ്ലാഗ്ഷിപ്പ് കില്ലർ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ബ്രാൻഡായി വന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഓണം വീഡിയോസ് എടുത്ത് നോക്കുന്ന ആൾക്കാർക്ക് അറിയാം. അതിൽ നമ്മൾ TCLന്റെ പല മോഡൽസും ആണ് റാങ്കിങ്ങിൽ ഫസ്റ്റ് വന്നത്. കാരണം അവരുടെ ടെക്നോളജിയും ആ ഒരു പ്രൈസ് ടു വാല്യൂ റേഷ്യോ നമുക്ക് കൊടുക്കുന്ന പൈസന് കിട്ടുന്ന ഭയങ്കര വാല്യൂവും കൊണ്ട് TCS മെല്ലെ ഒരു പ്രീമിയം ഒരു പൊസിഷനിലേക്ക് എല്ലാ ബ്രാൻഡ് കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ കൊല്ലം കണ്ട TCLന്റെ ആ ഒരു പ്രൈസിനുള്ള മോഡൽസ് നമ്മൾ ഈ 43 ഇഞ്ച് കാറ്റഗറിയിലൊന്നും നമ്മൾ കാണുന്നില്ല. കൂടുതലും അവർ ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോൾ 55 എബവ് അങ്ങോട്ടുള്ള സൈസിലാണ്. എന്നാൽ പോലും 2025 നമ്മൾ സജസ്റ്റ് ചെയ്ത കുറച്ച് മോഡൽസ് ഒക്കെ ഉണ്ട് TCLന്റെ. C61B, C755, C655, C69B ഇതൊക്കെ ഇപ്പൊ ശരിക്കും സ്റ്റോക്ക് ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴുള്ള ഈ ഒരു 43 ഇഞ്ച് സൈസിലുള്ള പല QLED TVസിനായിട്ടും കിടപിടിക്കാൻ പറ്റുന്ന ഫീച്ചേഴ്സ് ഇപ്പോഴും ഈ TVകൾക്ക് ഉണ്ട്. നിങ്ങൾ മാക്സിമം നോക്കുക സ്റ്റോക്ക് ഉണ്ടെങ്കിൽ. സ്റ്റോക്ക് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ പറയുന്ന മോഡൽസ് കൺസിഡർ ചെയ്യാം. നിങ്ങൾക്ക് ആ ഒരു ലിസ്റ്റ് പറയുന്നതിന് മുന്നേ നിങ്ങൾക്കൊരു ക്വിക്ക് സമ്മറി തരാം. നമ്മൾ നോക്കേണ്ട ഏറ്റവും ബെസ്റ്റ് TV ടെക്നോളജി എന്ന് പറഞ്ഞാൽ OLED ആണ്. OLED 43 ഇഞ്ചിൽ അവൈലബിൾ ആണ്. LGന്റെ ഒക്കെ അവൈലബിലിറ്റി ഉണ്ട്. പക്ഷേ 43 ഇഞ്ച് സൈസിൽ വളരെ എക്സ്പെൻസീവ് ആയിരിക്കും. ആ ഒരു സൈസിന് ഇത്രയും പ്രൈസ് കൊടുക്കുന്നതിൽ അർത്ഥമില്ല. പിന്നെ ആ 43 ഇഞ്ച് സൈസിൽ തന്നെ എനിക്ക് എൻ്റെ റൂമിൽ വെക്കാൻ സ്ഥലം ഉള്ളൂ അങ്ങനെയൊക്കെയുള്ള ഒരു സ്പെസിഫിക് സിറ്റുവേഷൻസ് ഒക്കെ ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ടെക്നോളജി വേണമെങ്കിൽ OLED തന്നെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ OLED മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിലുള്ളത് QLED TVയിൽ തന്നെയുള്ള മിനി LED TVs ആണ്. ഇത് കഴിഞ്ഞ ഓണത്തിനൊന്നും നമുക്ക് ഇങ്ങനെ ഒരു മിനി LED ടെക്നോളജി ശരിക്കും പറഞ്ഞാൽ ആ ഒരു കാറ്റഗറിയിൽ വന്നു തുടങ്ങിയിട്ടില്ല. കഴിഞ്ഞ കൊല്ലം QLED ടെക്നോളജി മാത്രമേ നമുക്ക് ഏറ്റവും ടോപ്പായിട്ട് കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. അതായത് മിനി LED എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ QLED ടെക്നോളജി തന്നെയാണ്, പക്ഷെ അതിന്റെ കൂടെ മിനി LEDs കുറേ ചെറിയ മിനി LEDs വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിന് ലോക്കൽ ഡിമ്മിംഗ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട്. ഒരു പിക്ചറിൽ ഒരു സാധനത്തിന്റെ ചുറ്റും വരുന്ന ലൈറ്റിനെ കുറേയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യുവാൻ സാധിക്കും ഈ ലോക്കൽ ഡിമ്മിംഗ് എന്ന് പറഞ്ഞ ഫീച്ചർ ഉണ്ടെങ്കിൽ. ഫുൾ എറേ ലോക്കൽ ഡിമ്മിംഗ് FALD എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ഇത്. അതിനെ കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡാർക്ക് ബ്ലാക്ക് സീൻസ് ഒക്കെ വരുമ്പോൾ ഒരു മിൽക്കി ഗ്രേ കളർ അല്ലാതെ കുറേയൊക്കെ ബ്ലാക്ക് ആയിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ ഏറ്റവും ബെസ്റ്റ് OLED ആണ് അത് കാണിച്ചിരുന്നത്. പക്ഷെ നമുക്ക് അത്രയും എക്സ്പെൻസീവ് ആയിട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് 43 ഇഞ്ചിൽ നമുക്ക് നോക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ടെക്നോളജി മിനി LED വിത്ത് ലോക്കൽ ഡിമ്മിംഗ് ഫീച്ചർ ഉള്ളതാണ്. രണ്ടാമത് നോർമൽ പ്രീമിയം QLED മോഡൽസ്, അതായത് ലോക്കൽ ഡിമ്മിംഗ് ഫീച്ചർ ഇല്ല. അപ്പൊ ഇനി നമുക്ക് ആ ഒരു ഫസ്റ്റ് ലിസ്റ്റിലേക്ക് കടക്കാം. അപ്പൊ Tier 1 മിനി LED വിത്ത് ലോക്കൽ ഡിമ്മിംഗ്. അപ്പൊ ഇവിടെ ഒരു സർപ്രൈസ് എൻട്രിയാണ് ഇപ്രാവശ്യം. സാംസങ് QN70H 2026 മോഡലാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മിനി LED വിത്ത് ഡിമ്മിംഗ് ഫീച്ചേഴ്സ് ഉള്ള ഒരു മോഡലാണെന്നാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. കഴിഞ്ഞ കൊല്ലത്തെ വീഡിയോസിലൊക്കെ സാംസങ്ങിനെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം ആ ഒരു സാംസങ് TV മാർക്കറ്റ് തന്നെ തൊലച്ച് കളയുന്ന പോലത്തെ ഒരു കളിയാണ് കഴിഞ്ഞ കൊല്ലമൊക്കെ കാണിച്ചുകൊണ്ടിരുന്നത്. സാംസങ് കൊടുത്ത ഒരു ഗ്യാപ്പിലാണ് TCLും ഇവരൊക്കെ പിടിച്ചു കയറിയത്. ഇപ്രാവശ്യം സാംസങ്ങിന് ആ അമളി മനസ്സിലായിട്ടുണ്ട്. സാംസങ് ശരിക്കും ഒരു റിവെഞ്ച്ഫുൾ ബാക്ക് വിത്ത് എ ബാങ് ആണ്. നല്ല മോഡൽസ് അക്രോസ് ദ റേഞ്ച് സാംസങ് ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഡെഫിനറ്റ്ലി പ്രൈസ് സാംസങ്ങിന് കൊടുക്കേണ്ട ആ ഒരു പ്രൈസ് നമ്മൾ കൊടുക്കേണ്ടി വരും. ക്വാണ്ടം മാട്രിക്സ് സോൺ ഡിമ്മിംഗ് എന്നാണ് സാംസങ് പറയുന്നത്. അപ്പോൾ ലൈറ്റ് ഇതിന് ഇന്റൻസിറ്റിക്ക് അനുസരിച്ച് ഇനി LEDസിനെ കൺട്രോൾ ചെയ്യുന്ന ഇതിന്റെ പ്രോസസ്സർ കൺട്രോൾ ചെയ്യുന്നതായിരിക്കും അൽഗോരിതം. പിന്നെ സാംസങ്ങിന്റെ NQ4 AI Gen 2 പ്രോസസ്സർ വിത്ത് 4K അപ്സ്കെയിലിംഗ് പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. കളർ ബൂസ്റ്റർ പ്രോയും AIന്റെ കുറച്ച് ഫീച്ചേഴ്സ് ഈ ടൈസൺ OSൽ അവർ പല മിനിമം ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട്. പിന്നെ റിഫ്രഷ് പാനൽ 60 Hz പാനലാണ്. പിന്നെ ഇതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ടൈസൺ OS ആണ്. അത് ഒരു പോരായ്മയായിട്ട് പണ്ട് നമ്മൾ കണ്ടിരുന്നു. പക്ഷേ 1 UI ടൈസൺ OS എന്നാണ് അവർ വിളിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കുറച്ചും കൂടെ റിഫൈൻഡും വളരെ ഫാസ്റ്റും ക്വിക്കും ഒക്കെ ആണെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ സാംസങ് കുറച്ചും കൂടെ ഒരു
സിമ്പിൾ ഇന്റർഫേസ് ആണ്. ഗൂഗിൾ OSലൊക്കെ കിട്ടുന്ന എല്ലാ ആപ്സും ഇപ്പൊ എല്ലാ പ്ലാറ്റ്ഫോമിലും വന്നു കഴിഞ്ഞ് വേറെ എക്സ്ട്രാ സാധനങ്ങളൊന്നും സോഫ്റ്റ്വെയർ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ ഒരു Tizen OS ഫാർ ഓക്കെ ആണ്. കണക്ടിവിറ്റി എന്ന് പറയുന്നത് 3 HDMI പോർട്ടും 2 USB-A പോർട്ടും ഉണ്ട്. ഇതിൽ Wi-Fi 5ഉം പിന്നെ ബ്ലൂടൂത്ത് 5.3 സപ്പോർട്ടും ഉണ്ട്. സൗണ്ട് സെപ്പറേഷൻ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട്, അതായത് വോയിസ് ഡയലോഗ്സ് ഒക്കെ കുറച്ചും കൂടെ ക്ലാരിറ്റി ആയിട്ട് വരും. അപ്പോൾ ഈ ഒരു ഫീച്ചർ അവർ മൊത്തത്തിൽ അതിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. നമ്മൾ ഫിലിമൊക്കെ കാണുന്ന സമയത്ത് കുറച്ചും കൂടെ ഡയലോഗ്സ് ഒക്കെ എൻഹാൻസ്ഡ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നൊക്കെ കേടില്ലാത്ത ഒരു മോഡൽ തന്നെയാണ്. ഇത് 4K ആണ്. ഈ ഒരുവിധ ആകെ ഒരു ഡീൽ ബ്രേക്കർ എന്ന് പറയുന്നത് ഇതിന്റെ പ്രൈസ് ആണ്. ഏകദേശം ഇതൊരു 45,000 എബവ് ആണ് പ്രൈസ് വരാൻ പോകുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഓഫ്ലൈൻ ഷോപ്സിലൊക്കെ ചിലപ്പം ബാർഗെയിൻ ചെയ്ത പ്രൈസ് കുറഞ്ഞ് കിട്ടും. അപ്പോൾ ഈ Tier 1ലുള്ള ഈ മിനി LED ബേസ് ചെയ്തിട്ടുള്ള സാംസങ്ങിന്റെ ഒരു മോഡലാണ് ഇപ്പം നമ്മൾ പറഞ്ഞത് QN70H. അത് കഴിഞ്ഞാൽ സാംസങ്ങിന്റെ ബദ്ധശത്രുവായ LG തന്നെ വേറൊരു മോഡൽ മിനി LED കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം മിനി LED എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവർ TCLും അങ്ങനത്തെ ഒക്കെ പ്ലെയേഴ്സിൻ്റെ അടുത്തുള്ള കോമ്പറ്റീഷൻ കൊണ്ട് അവർ ആക്ച്വലി താഴേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. ഇപ്പം 43 ഇഞ്ചിൽ പോലും മിനി LED കൊണ്ടുവരുന്ന ഒരു സിറ്റുവേഷൻ, അതായത് കസ്റ്റമറിന് നല്ലതാണ്. അപ്പോൾ LGന്റെ QNED70 എന്ന് പറഞ്ഞ മോഡൽ LG തന്നെ അവരുടെ പേജിൽ മിനി LED എന്നാണ് അത് കൺഫേം ചെയ്യുന്നത്. Alpha 7 Gen 9 പ്രോസസ്സറാണ് അതിൽ വരുന്നത്. അപ്പോൾ ഇമേജ് പ്രോസസ്സിംഗ് ഒക്കെ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. LG സ്പെസിഫിക്കലി എത്ര സോൺസ് ഇതിലുണ്ട് ലോക്കൽ ഡിമ്മിങ്ങിന് എന്നുള്ളത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സോൺസ് എത്ര ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. എത്ര കൂടുതൽ സോൺസ് ഉണ്ടാവുന്നോ അത്രയും മിനി LEDയിൽ അത്രയും കൂടുതൽ നിങ്ങൾക്ക് ഈ ലോക്കൽ ഡിമ്മിങ്ങോ ആ ബ്ലാക്ക് ലെവൽസ് ഒക്കെ ബെറ്റർ ആയിക്കൊണ്ടിരിക്കും. പിന്നെ വേറെ സാംസങ്ങിൽ നമ്മളൊരു കാര്യം അറിയേണ്ടതെന്ന് വെച്ചാൽ അതിൽ ഡോൾബി വിഷൻ ഉണ്ടാവില്ല. HDR10 HDR10+ സപ്പോർട്ട് മാത്രമേ സാംസങ് കൊടുക്കുന്നുള്ളൂ അക്രോസ് ദ റേഞ്ച്. എനിക്ക് അങ്ങനെ ഡോൾബി വിഷനോട് അങ്ങനെ ഭയങ്കര ഒരു ഇതൊന്നും തോന്നിയിട്ടില്ല ടെക്നോളജി. പക്ഷേ ഇപ്പോൾ കുറേ നെറ്റ്ഫ്ലിക്സിലും അതിലും ഇതിലൊക്കെ ഈ ഡോൾബി വിഷൻ ഉള്ളത് കൊണ്ട് അത് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ സാംസങ് എന്ന ബ്രാൻഡിനെ പോകണ്ട. പക്ഷേ HDR10+ കാര്യങ്ങളൊക്കെ നെറ്റ്ഫ്ലിക്സിൽ സപ്പോർട്ടുള്ള വീഡിയോസ് ആണെങ്കിൽ നിങ്ങൾക്കത് സാംസങ്ങിൽ കിട്ടുന്നതാണ്. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ പറഞ്ഞ LGന്റെ QNED70 മോഡലിലും ഡോൾബി വിഷൻ ഇല്ല. പിന്നെ ഉള്ള ഒരു പ്രോമിസിംഗ് മോഡൽ മിനി LED തന്നെ സാംസങ്ങിന്റെ തന്നെ വേറൊരു മോഡലാണ്. വിഷൻ AI M2EH എന്ന് പറഞ്ഞ ഒരു മോഡൽ സാംസങ് ഇറക്കുന്നുണ്ട്. 37,990 ആണ് MRP എങ്കിലും 33,990 ഒക്കെ MRP കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു റേഞ്ചിലൊക്കെ തന്നെ ഓഫ്ലൈൻ ഷോപ്സിന് കുറച്ചും കൂടെ നന്നായിട്ട് ബാർഗെയിൻ ചെയ്ത് നല്ലൊരു ഡീല് കിട്ടുന്നതാണ്. ഇതും സാംസങ് മിനി LED എന്ന് പറഞ്ഞിട്ടാണ് പുഷ് ചെയ്യുന്നത്. പക്ഷെ അവർ എത്ര ബ്രൈറ്റ്നെസ് നിറ്റ്സ് ഉണ്ടെന്നോ അല്ലെങ്കിൽ എത്ര സോൺസ് ലോക്കൽ ഡിമ്മിങ്ങിനുള്ള സോൺസ് ഉണ്ടെന്നോ ഉള്ളത് സാംസങ് എവിടെയും പബ്ലിഷ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി അറിയില്ല. പക്ഷെ Xiaomiന്റെ FX43 എന്ന് പറഞ്ഞ മിനി LED മോഡലാണ് പിന്നെയുള്ള ഒരു കണ്ടൻട്രി മിനി LED. ഇതിൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഇത് മിനി LED ആണ്. പിന്നെ ക്വാണ്ടം ഇതൊക്കെ ആയതുകൊണ്ട് കളറും ഇത് കാര്യങ്ങളൊക്കെ നല്ലതായിരിക്കും, പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇതിൽ 36 സോൺസ് ആണ് അവർ തരുന്നത് ഈ 43 ഇഞ്ചിൽ. 36 സോൺസ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറിയൊരു നമ്പറാണ് മിനി LED ലോക്കൽ ഡിമ്മിങ്ങിനെ സംബന്ധിച്ച്. ഏറ്റവും ടോപ്പ് എൻഡ് TVസിലൊക്കെ 512 ഡിമ്മിങ് സോൺസ് ഒക്കെയാണ് വരുന്നത്. അതായത് TCLന്റെ 55 ഇഞ്ചും 65 ഇഞ്ച് റേഞ്ചിലൊക്കെ ആ ഒരു പ്രീമിയം കാറ്റഗറിയിലൊക്കെ പോകും. എന്നിട്ട് പോലും അവിടെ ബ്ലാക്ക് ലെവൽസ് ഒക്കെ ഒരു OLEDന്റെ അടുത്തൊന്നും മാച്ച് ആവുന്നില്ല. ഉള്ളൊരു സെനാറിയോയിൽ നോക്കുമ്പോൾ ഒരു 36 ഡിമ്മിങ് സോൺസ് എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. പിന്നുള്ളത് ഷൗമിന്റെ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇത് ഫയർ TV ആണ്. കളർ ഗാമറ്റ് ഒക്കെ നോക്കിയാൽ 93% കളർ ഗാമറ്റ് ഒക്കെ കിട്ടുന്നുണ്ട്. HDR10 HDR10+ ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഡോൾബി വിഷൻ ഇല്ല. HDR10+ ഉള്ളത് തന്നെ കുറച്ചും കൂടെ ഒരു എഡ്ജ് ഉണ്ട്. പിന്നെ 20 വാട്ട് സ്പീക്കർ തന്നെയാണ് സാംസങ്ങിന്റെ ഒക്കെ ഒരു ഇത് തന്നെയാണ് കിട്ടുന്നത്. ഡോൾബി ഓഡിയോയും DTXും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ആപ്പിൾ എയർപ്ലേ അങ്ങനത്തെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. 32 GB സ്റ്റോറേജും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ Tier 1 അതായത് ബെസ്റ്റ് മിനി LED TVയിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ബ്രാൻഡ്സ്. ഇനി ഉള്ളത് നമുക്ക് പ്രീമിയം ആയിട്ടുള്ള QLED മോഡൽസ് നമുക്ക് നോക്കാം. ഇത് ലോക്കൽ ഡിമ്മിങ് ഫീച്ചർ ഇല്ലാത്തതാണ്. ഒരു നല്ല ബ്ലാക്ക് ലെവൽസ് കൊണ്ടുവരാനുള്ള കേപ്പബിലിറ്റി കുറവായിരിക്കും, കാരണം ആ ഫീച്ചർ ഇല്ലാത്തത് കൊണ്ട്. ഈ പറയുന്ന പ്രീമിയം QLED TVകളൊക്കെ നല്ല മോഡലുകളാണ്. ഒന്നാമത്തേത് ഇത് ആക്ച്വലി കഴിഞ്ഞ കൊല്ലം TCL അവതരിപ്പിച്ച മോഡലാണ് C61B. പിന്നുള്ളത് C69B. ഇത് രണ്ടും ഇപ്പം അധികവും സ്റ്റോക്ക് കുറവാണ്. ഞാൻ നോക്കിയപ്പോൾ C69B ആയിട്ട് ഫ്ലിപ്കാർട്ടിൽ സ്റ്റോക്ക് ഉണ്ട്, പക്ഷെ വില കുറച്ച് കൂടുതലായിട്ടാണ് കാണുന്നത്. ഇത് രണ്ടും കഴിഞ്ഞ കൊല്ലം നമ്മൾ ഓണം വീഡിയോ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആയിട്ട് നിന്ന് റെക്കമെൻഡേഷനിൽ വന്ന 2 TVകളാണ്. എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്, ഡോൾബി വിഷൻ ഉണ്ട്, QLED ആണ്. അപ്പോൾ എല്ലാം കൊണ്ടും
എന്തുകൊണ്ടും എല്ലാ TVസിനെക്കാളും അന്ന് നന്നായിട്ട് റാങ്ക് ചെയ്തത് ഈ 2 TVകളായിരുന്നു. പറയാൻ പോകുന്ന TVകളും ബാക്കിയുള്ള TVകളും എല്ലാം നോക്കിയിട്ട് ഈ TVകൾ സ്റ്റോക്ക് ഉണ്ട്, റേറ്റ് നല്ല ഇതിനേക്കാളും ഒക്കെ കുറവാണെങ്കിൽ, മിനി LED പോകാൻ മാത്രം ബഡ്ജറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ 2 TVകൾ കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അത് രണ്ടും ഇല്ലെങ്കിൽ പിന്നെ ഉള്ളത് TCLന്റെ P7L എന്ന് പറഞ്ഞ മോഡലാണ്. അത് ഇപ്രാവശ്യം 2026 ഇറങ്ങിയ മോഡലാണ്. P7K എന്ന് പറയുന്നത് കഴിഞ്ഞ കൊല്ലത്തെ മോഡലാണ്. അപ്പോൾ അതിൽ കുറച്ചും കൂടെ ബ്രൈറ്റ്നസ് കൂടുതലാണ് പാനൽ. മിനി LED പോകാൻ ബഡ്ജറ്റ് ഇല്ലെങ്കിൽ TCL P7L നിങ്ങളൊരു 43 ഇഞ്ചിൽ ബഡ്ജറ്റിൽ വരുന്നുണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്യാം. പിന്നെയുള്ള ഒരു മോഡല് ലൂമിയോ വിഷൻ 7 എന്ന് പറഞ്ഞിട്ട്, ലൂമിയോ എന്ന് പറഞ്ഞ ഒരു കമ്പനിയിൽ നിന്ന് ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. 1-2 കൊല്ലമായിട്ടുള്ള സ്റ്റാർട്ട് ചെയ്തിട്ട് വളരെ പെട്ടെന്ന് തന്നെ പേരെടുത്തതും റേറ്റിംഗ് നല്ല ഒരു ഇത് കിട്ടിയ ഒരു കമ്പനിയാണ്. കാരണം അവർ കുറഞ്ഞ പൈസക്ക് കുറച്ചും കൂടെ സ്റ്റോറേജും നല്ല ഫീച്ചേഴ്സ് ഒക്കെ തരുന്നത് കൊണ്ടും 32 GB ഒക്കെ മിനിമം സ്റ്റോറേജ് കൊടുക്കാൻ തുടങ്ങിയത് കൊണ്ട് ഗൂഗിൾ TV ആയതുകൊണ്ട് കുറച്ചും കൂടെ ഒരു ഫാസ്റ്റ് ആയിട്ടാണ് എല്ലാവർക്കും തോന്നിയത്. QLED പാനൽ ഭയങ്കര അടിപൊളിയാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇവർക്ക് വേണ്ടി ഡിക്സൺ ടെക്നോളജീസ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ഇത് ഉണ്ടാക്കി കൊടുക്കുന്നത്. കുറേ ബ്രാൻഡ്സുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന മാനുഫാക്ചർ തന്നെയാണ്. കളർ വോളിയം ഒക്കെ കുറച്ചും കൂടെ ബെറ്റർ ആണ്. അപ്പോൾ അതായത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു പഞ്ചി ആയിട്ട് കളേഴ്സ് ഒക്കെ തോന്നും. എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇതൊരു VA പാനലാണ്. അപ്പോൾ കുറച്ചും കൂടെ ഒരു ഡാർക്കിഷ് ഒരു ഫീൽ, കോൺട്രാസ്റ്റ് കൂടുതലായിരിക്കും. നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ഇരുന്ന് കാണുന്ന ഒരു എഫക്റ്റ് നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. ലൂമിയോ ചില സമയത്ത് ഈ ഫെസ്റ്റിവൽ ടൈമിലൊക്കെ നല്ല ഓഫറുകളൊക്കെ വെക്കാറുണ്ട്. പിന്നെ അവരെ സർവീസ് എനിക്ക് തോന്നുന്നത് ക്യാരിയിൻ സർവീസ് ഒക്കെയാണ്. അപ്പോൾ അത്രയും പൈസയും കാര്യങ്ങളൊക്കെ കുറഞ്ഞ് നിങ്ങൾക്ക് അത് കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കൺസിഡർ ചെയ്യാവുന്ന ഒരു ബ്രാൻഡാണ് ലൂമിയോ വിഷൻ 7 43 ഇഞ്ച്. ഇത്രയും TVകളാണ് എനിക്ക് തോന്നുന്നത് ഒരു ഇപ്രാവശ്യം 43 ഇഞ്ചിൽ ഒരു കൺസിഡറബിൾ മെൻഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു TVകൾ. ടോട്ടൽ 9 മോഡൽസ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ 2 മോഡൽ TCLന്റെ C61Bയും C69Bയും ആണ്. കുറച്ച് കഴിഞ്ഞ കൊല്ലത്തെ മോഡൽസ്. പക്ഷെ അത് സ്റ്റോക്ക് ഉണ്ടെങ്കിലും എല്ലാ റേറ്റ്സും എല്ലാത്തിനേക്കാളും വളരെ കുറവാണ് റേറ്റ്സ്. അങ്ങനെയൊക്കെ ഉള്ള ഒരു സെനാറിയോയിൽ മാത്രം നിങ്ങളത് കൺസിഡർ ചെയ്താൽ മതി. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും നല്ല മോഡൽ അറിയാമെങ്കിൽ, ഇതിനേക്കാളും നല്ല മോഡൽ അറിയാമെങ്കിൽ അത് തീർച്ചയായും കമൻറ്റ് ചെയ്യുക. നമുക്കത് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നതാണ്. കുറച്ചും കൂടെ ഒരു ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ഇടാനുണ്ട്, കുറച്ചും കൂടെ പുഷ് ചെയ്യാന്നുണ്ടെങ്കിൽ തീർച്ചയായും 55 ഇഞ്ചിന് പോകുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ 55 ഇഞ്ച് TVകളെ കുറിച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് ഇതേപോലെ കമ്പയർ ചെയ്ത് റാങ്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ എന്തായാലും ഈ ഒരു മോഡൽസൊക്കെ ഫ്ലിപ്കാർട്ടിൻ്റെതും പിന്നെ ഞാൻ ടാഗ് ചെയ്യാം. ആമസോണിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങാനാണ് താല്പര്യമെങ്കിൽ അത് ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. എന്തായാലും അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് ജുനൈദ് സൈനിങ് ഓഫ് ദിസ് വീഡിയോ.